ഹായ്, നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോവേണേ. അപ്പോൾ ഈ ട്രെയിനിലാണ് പോണത്. അങ്ങനെ ട്രെയിനിൽ കയറി അറ്റ സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ ഈർക്കയൊക്കെ നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഥലവും എത്തി. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ നമ്മൾ എവിടെയാണ് നിൽക്കണതെന്ന്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് ലുലു മാളിലാണ് പോയത്. ഇപ്പം നമ്മളെ കിച്ചൺ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് പോയത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ തവികളൊക്കെ ഇഷ്ടപ്പെട്ടു, മരത്തിലുള്ള. എന്നാലും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ നടന്ന് തിരിഞ്ഞ് എല്ലാ കിച്ചൻ്റെ സാധനങ്ങളെല്ലാം നോക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങ് കറങ്ങി അടിച്ച് നോക്കിക്കൊണ്ടേ തിരിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന് തിരിഞ്ഞ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ പിന്നെ ചിക്കനും അങ്ങനെയൊക്കെ ഉള്ള ബിരിയാണി അങ്ങനെയൊക്കെ ഉള്ളത്. നാക്കിൽ വെള്ളം ഊർന്ന് പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഫുഡെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്ത് കൂടെ കറങ്ങിക്കൊണ്ട് കിടന്ന ഒരു ദിവസം പോണത് അറിയാൻ പറ്റില്ല. പിന്നെ പൈസയും പോണത് അറിയാൻ പറ്റില്ല. എന്നാലും നമ്മൾ അങ്ങനെയൊന്നും കൂടുതലൊന്നും വാങ്ങിയില്ല. ഇവിടെ നിന്ന് ബ്രൊക്കോളി വാങ്ങി. ബ്രൊക്കോളി എൻ്റെ കൂടെ വന്ന കുട്ടിയാണ് വാങ്ങിച്ചത്. അവൾക്ക് ബ്രൊക്കോളിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടം തന്നെ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു, പക്ഷേ എന്നാലും അവൾക്കത് ഓർമ്മയിലുണ്ടായിരുന്നു. അവൾ ബ്രൊക്കോളി വാങ്ങിച്ചു. സ്ട്രോബെറി വെറുതെ എടുത്ത് കാണിക്കുന്നതാണ്. എന്നിട്ട് ബ്രൊക്കോളി തന്നെ വാങ്ങിയത്. ഞാൻ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയത് കുറച്ച് മസാലകളാണ് വാങ്ങിയത്. അപ്പം എനിക്ക് ചിക്കനിലൊക്കെ ഇടാനും മട്ടനിലൊക്കെ ഇടാനുള്ള മസാല എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുമ്പോൾ എന്തായാലും നോക്കി വെച്ചിരുന്ന് അതുപോലെ വാങ്ങാം. 2-3 പാക്കറ്റ് അങ്ങനെ അത് വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ കാപ്സിക്കമൊക്കെ പല പല കളറിൽ ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വിശന്ന് പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയി. ഇപ്പം എല്ലാവരും ഓരോ സൈസ് ഇതൊക്കെയാണ് വാങ്ങിയത്. അപ്പം എനിക്ക് കിട്ടിയ ബിരിയാണി ഇഷ്ടപ്പെട്ടു. വേറെ കളർ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫ്രൈ റൈസ് അതും കൊള്ളാമെന്ന് പറഞ്ഞ് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. എന്നാലും എനിക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടു. അത് വിശന്നിരുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ എന്തോ, അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി അത്ര താല്പര്യമില്ലായിരുന്നു. ഇന്നും കൊള്ളാമായിരുന്നു. പിന്നെ ഈ മരമാണെങ്കിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണനക്കണതും വായ അനക്കണതും അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് നോക്കി നിന്ന് കുറച്ച് നേരം പോയിപ്പിച്ച് എങ്ങനെയും മനസ്സ് ഫ്രീ ആയി. അങ്ങനെ ഒരു ദിവസം പോയി കിട്ടി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. ബായ്.